അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ഇപ്പോൾ ബി.ജെ.പി വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കാനിരിക്കുന്നത്? കാരണം ഈ പോലീസിന്റെ നടപടി, നവകേരള യാത്രയിലെ പോലീസ് നടപടി കോടതി കയറിയ വിഷയമാണ്. ആലപ്പുഴയിൽ രണ്ട് പ്രവർത്തകർ, കെ.എസ്.യു പ്രവർത്തകർ കോടതിയിൽ കേസ് നൽകിയിരിക്കുകയാണ്. അതിന്മേലുള്ള നടപടി നടക്കുന്നേയുള്ളൂ. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പ്രോട്ടോകോൾ ലംഘിച്ചു എന്നുള്ള പരാതി അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ഇവർക്കൊക്കെ പുരസ്കാരം നൽകാനുള്ള തീരുമാനം ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് നൽകുന്ന അംഗീകാരമായി കാണേണ്ടി വരില്ലേ? ബഹുമാനപ്പെട്ട സ്മൃതി, ഇതിലൊരു അതിബുദ്ധിയാണുള്ളത്. കാരണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നവകേരള യാത്രയുടെ ഭാഗമായി നടന്നിട്ടുള്ള പ്രതിഷേധങ്ങളിൽ പ്രത്യേകിച്ച് ആളുകൾ ആക്രമിക്കപ്പെടുന്നു, പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നു, യുവജനങ്ങൾ ആക്രമിക്കപ്പെടുന്നു, വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെടുന്നു. ആ സമയങ്ങളിലെല്ലാം പോലീസ് എടുത്തിട്ടുള്ള നിലപാടുകൾ അക്രമികളായിട്ടുള്ള ആളുകളെ, അതായത് ആ സമരവുമായിട്ട് വരുന്ന ആളുകളെ, അടിക്കുന്ന ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ തരത്തിൽ യുവജന സമരത്തെയും വിദ്യാർത്ഥി സമരങ്ങളെയും എല്ലാം അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളുകൾക്ക് റിവാർഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ, ആ റിവാർഡ് കൊടുക്കാൻ തീരുമാനിച്ച ആൾക്ക് ആദ്യം ഒരു റിവാർഡ് കൊടുക്കണം. കാരണം ഇത് വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ള നിലയിലാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത്. ഈ സർക്കാരിന്റെ നവകേരള യാത്രയുടെ ഭാഗമായി പരാതികളാണ് കിട്ടിയിട്ടുള്ളത്. തീരുമാനമാണ്. അല്ല, അപ്പം അദ്ദേഹത്തിന് ആദ്യം ഗുഡ് സർവീസ് സെന്റർ കൊടുക്കണം. കാരണം അദ്ദേഹത്തിന്റെ കീഴിലായിരിക്കണം ഈ സേന പ്രവർത്തിച്ചിട്ടുണ്ടാവുക ഈ 35 ദിവസക്കാലം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ആദ്യം അത് കൊടുക്കാൻ തീരുമാനിക്കട്ടെ. അദ്ദേഹമാണല്ലോ അതിന് നേതൃത്വം കൊടുത്തയാള്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇതിൽ രാഷ്ട്രീയത്തെക്കാൾ അപ്പുറത്ത് ഇത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള, പോലീസുകാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢശ്രമത്തിന്റെ ഭാഗമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, എല്ലാ അക്രമം ഉണ്ടായിട്ടുള്ള പോലീസുകാർ അടിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, പോലീസുകാരിൽ നിന്ന് അക്രമം നേരിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം പരാതികൾ ഉണ്ടായിട്ടുണ്ട്, FIRകൾ വന്നിട്ടുണ്ട്, പോലീസുകാർക്കെതിരെ പരാതികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസ് വരുമ്പോൾ അത് റദ്ദ് ചെയ്യപ്പെടാനോ അതല്ലെങ്കിൽ അതിൽ ലഘൂകരിക്കാനോ ഉള്ള ഏറ്റവും നല്ല മാർഗം, ഇവർ ഗുഡ് സർവീസ് സെന്റർ കിട്ടിയിട്ടുള്ള പോലീസുകാരാണ്, ഇവർ നല്ല ആളുകളാണ്, സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ നടപടികളെല്ലാം നടന്നിട്ടുള്ളത് എന്ന് വരുത്തി തീർക്കുകയും ക്രിമിനൽ നടപടികളെയും ക്രിമിനൽ ആക്ടിനെയും അങ്ങനെ തന്നെ സാധൂകരിക്കാനും വേണ്ടി നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമാണിത്. ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കുക. മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ മന്ത്രിമാരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി പോകുന്ന പോലീസുകാർ, ആ പോലീസുകാർക്ക് ഗുഡ് സർവീസ് സെന്റർ കൊടുക്കേണ്ട സാഹചര്യം എപ്പോഴാണ്? മുഖ്യമന്ത്രിക്കെതിരെ ഒരു കാര്യമായ എന്തെങ്കിലും ഒരു അക്രമം ഉണ്ടാവുക, അറ്റാക്ക് ഉണ്ടാവുക. ഇവിടെ ആകെ പറയുന്ന ഒരേ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു ബസ്സിന് മേലെ ഷൂ എറിഞ്ഞു പെരുമ്പാവൂർ ഭാഗത്ത് വെച്ച് എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ്. അങ്ങനെ ഒരു ഷൂ എറിഞ്ഞതിന്റെ പേരിൽ 20 മന്ത്രിമാർക്കും സുരക്ഷയ്ക്ക് എന്തെങ്കിലും പാളിച്ചുണ്ടായി എന്ന് ഒരു സ്ഥലത്തും വന്നിട്ടില്ല. ഈ നവകേരള യാത്രയുടെ ഒരു ഘട്ടത്തിലും മന്ത്രിമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് വന്നിട്ടില്ല. സുരക്ഷാ വീഴ്ച അതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ അതിലേക്ക് വരികയായിരുന്നു. ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കെതിരെ തിരുവനന്തപുരത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പെരുമ്പാവൂരിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കേസെടുത്തിരിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള പ്രഖ്യാപനമാണ് ഈ നടത്തിയിട്ടുള്ളത്. അങ്ങനെ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, അവർ അത് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് DGPയുടെ വീട്ടിനകത്ത് കയറി അല്ലെങ്കിൽ അവരുടെ പ്രിമിസസിനകത്ത് കയറി, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, റിപ്പോർട്ടർമാർ ആദ്യം അറിഞ്ഞു, അത് സർക്കാർ അറിഞ്ഞില്ല, പോലീസുകാർ അറിഞ്ഞില്ല എന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുരക്ഷാ വീഴ്ച, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇന്റലിജൻസ് വീഴ്ചയുണ്ട്. ആ ഇന്റലിജൻസ് വീഴ്ചയിൽ നിന്ന് മറയ്ക്കാനുള്ള ഏറ്റവും നല്ല പരിപാടി അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ റിപ്പോർട്ടർക്കെതിരെ കേസെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ചാനലുകളിൽ, ഒരു ചാനൽ മാത്രമല്ല, ഒട്ടനവധി മാധ്യമപ്രവർത്തകർക്കെതിരെ ഈ സമയത്ത് തന്നെ കേസെടുത്തിരിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അങ്ങനെ മാധ്യമപ്രവർത്തകർക്ക് കേസെടുത്തതിനെ സാധൂകരിക്കണമെങ്കിൽ പോലീസുകാർ ചെയ്തതെല്ലാം കൃത്യമായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ്, അവരെല്ലാം സുസ്ഥിര സേവനമാണ് നടത്തിയിട്ടുള്ളത് എന്ന് വരുത്തി തീർക്കണം സർക്കാരിന്. അതാണ് അതിന്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ശ്രീ VP മുസ്തഫ സൂചിപ്പിച്ചത് ഗുഡ് സർവീസ് സെന്റർ കിട്ടാൻ ചില മാനദണ്ഡങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇവിടെ എന്താ മാനദണ്ഡം? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ആളുകളെ ആക്രമിക്കുന്ന, സമരക്കാരെ ആക്രമിക്കുന്ന നടപടിയല്ലാതെ ഏതെങ്കിലും ഒരു സമയത്ത് ഈ പോലീസിന് ഒരു സാഹസികമായ നടപടി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായോ? ഏതെങ്കിലും ഒരു മന്ത്രിമാരെ എന്തെങ്കിലും ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടായോ? മന്ത്രിമാരുടെയും നവകേരള യാത്രയുടെയും വാഹനം ഇടിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ സമരക്കാരായിട്ടുള്ള ആളുകൾക്കും പരിക്ക് പറ്റുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ആ സാഹചര്യത്തിൽ പോലും ഒരു രക്ഷാപ്രവർത്തനം നടത്തിയെന്നൊരു വാദം പോലീസുകാരുടെ ഭാഗത്തു നിന്നില്ല. അവർ രക്ഷിച്ചത് കൊണ്ടാണ് ഏതെങ്കിലും ഒരാളുടെ ജീവൻ രക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ ജീവൻ രക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. നവകേരള യാത്രയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ അതുകൊണ്ടല്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം.
അപ്പൊ നവകേരള യാത്രയിൽ സ്തുത്യർഹമായ ഒരു സേവനവും നടന്നിട്ടില്ല. ഗുഡ് സർവീസ് എൻട്രി കൊടുക്കേണ്ട ഒരു നടപടിയും നടന്നിട്ടില്ല. അവിടെ നടന്നിട്ടുള്ളത് പോലീസുകാരുടെ ഭാഗത്തു നിന്നുള്ള അധികാര ദുർവിനിയോഗവും ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള പ്രതിഷേധക്കാരെ അടിച്ചൊതുക്കലും അതുപോലെ തന്നെ നിരന്തരമായി മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുകയല്ല അവർ ചെയ്യുന്നത്, അവർ മന്ത്രിമാരെ സംരക്ഷിക്കുകയല്ല ചെയ്യുന്നത്. സമരക്കാരെ നേരിടാൻ 100 മീറ്ററും 200 മീറ്ററും മുന്നോട്ടോടി ലാത്തി കൊണ്ടടിക്കുക, ബാറ്റൺ കൊണ്ടടിക്കുക, ഈ തരത്തിലുള്ള നടപടികൾ ചെയ്യുന്ന പോലീസുകാരും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിയുടെ ഗൺമാനുമൊക്കെ ഇതിന്റെ ഭാഗമായി മാറുന്നു എന്ന് വന്നാൽ നമ്മുടെ രാജ്യത്തെ പോലീസിന്റെ മൊറയിൽ എന്തായി മാറും? സാധാരണക്കാരായിട്ടുള്ള പോലീസുകാർ, കഷ്ടപ്പെട്ട് ജോലിയെടുക്കുന്ന പോലീസുകാരുടെ മൊറയിൽ എന്തായി മാറും? ശരി. Debate with Smriti Parithikad.